മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മേശവിളക്കിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യം ഇന്ന് അതിൻ്റെ പുഷ്കല കാലത്താണ്. പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു. ധാരാളം പുതിയ എഴുത്തുകാർ, പുതിയ രചനകൾ, പുതിയ രചനാ ശൈലി, ഇങ്ങനെ മലയാളത്തെ സാഹിത്യം സമ്പുഷ്ടമാക്കിയിരിക്കുന്നു. മേശവിളക്കിലൂടെ മലയാള സാഹിത്യത്തിൻ്റെ സുന്ദര വഴികളിലൂടെ ഒരു സഞ്ചാരമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ മേശവിളക്കിൽ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ KR മീരയുടെ പുതിയ പുസ്തകം കലാച്ചി നമുക്ക് പരിചയപ്പെടാം. കലാച്ചി എന്ന വാക്ക് മലയാളമല്ല. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലരും അമ്പരക്കുന്നുണ്ടാകാം. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാനിലെ ഒരു ചെറു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അവിടെ അപൂർവമായ ഒരു രോഗം ചിലർക്ക് ബാധിച്ചു എന്നതാണ്. 2013 മുതൽ 2015 വരെ അവിടെ ഉണ്ടായ രോഗം ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒന്നാണ്. സ്ലീപ്പി ഹോളോ എന്ന് ഇംഗ്ലീഷിലും നിദ്രാവ്യഥ അല്ലെങ്കിൽ ഉറക്ക രോഗം എന്ന് പറയാവുന്ന ഒന്ന്. പലരും നിന്ന നിൽപ്പിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ചിലർ ദിവസങ്ങളോളം, ചിലർ മാസങ്ങളോളം, ചിലർ വർഷങ്ങളോളം ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവരുണരുമ്പോൾ അവർ പൂർണ്ണമായ മറവിയിലാണ്. അവരറിയുന്നില്ല അവർക്ക് എന്താണ് സംഭവിച്ചത്. ഒരു പത്രപ്രവർത്തക കൂടിയായിരുന്ന KR മീര ഒരു പക്ഷേ ഒരു പത്രവാർത്തയിൽ നിന്നും ഈ കലാച്ചിയെക്കുറിച്ച് അറിയുകയും അങ്ങനെ കലാച്ചിയിലേക്ക് എത്തുക എന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ യാത്ര, ആ സുന്ദരമായ, മനോഹരമായ, സാഹസികമായ ആ യാത്രയുടെ അന്ത്യമാണ് ഈ പുസ്തകം. തീർച്ചയായും ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പത്രവാർത്തയിൽ ഈ കലാച്ചി ഒടുങ്ങുമായിരുന്നു. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ആരാച്ചാർ എഴുതിയ, ഘാതകൻ എഴുതിയ മീരയുടെ സർഗപ്രതിഭ അത് സുന്ദരമായ ഒരു പുസ്തകമാക്കി, ഒരു നോവലാക്കി, ഒരു കഥയാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത് വെറും ഒരു ഭാവനാസമ്പന്നമായ കഥയായി അവസാനിക്കുകയല്ല. അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, നിലപാടുണ്ട്. ആരാച്ചാറിലും ഘാതകനിലും മറ്റു നിരവധിയായ കഥകളിലും നമ്മൾ കാണാറുണ്ട് മീരയുടെ ഈ രാഷ്ട്രീയ നിലപാട്. കലാച്ചിയിലെ പ്രധാന കഥാപാത്രമായ ഇജാസ് ഒരിക്കൽ പറയുന്നുണ്ട്, കഥ എന്നത് ഒരു വെറും കഥയല്ല, അതിനകത്ത് ഒരു രാഷ്ട്രീയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന്. ഒരുപക്ഷെ മീരയുടെ തന്നെ കാഴ്ചപ്പാടായിരിക്കാം ഇജാസിലൂടെ പുറത്തേക്ക് വന്നത്. കാരണം മീര തന്നെ പറയുന്നുണ്ട്, എന്താണ് കലാച്ചി എന്ന് ചോദിച്ചാൽ മീര പലയിടത്തും പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട്, ഒരു നാൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ രാജ്യം നമ്മുടേതല്ലാതാകെ മാറുന്നു, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ അന്യരായി തീരുന്ന അവസ്ഥ. ഇത് ഇന്ന് നമ്മൾ എല്ലാവരും നേരിടുന്ന, ഇന്ത്യ നേരിടുന്ന, ലോകമെമ്പാടുമുള്ള ഇമ്മിഗ്രൻസ് അല്ലെങ്കിൽ അധിനിവേശം നടത്തുന്നവർ, കുടിയേറ്റക്കാർ, ഇവരെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പൗരത്വം എന്നത്, ദേശസ്നേഹം എന്നത്, രാജ്യസ്നേഹം എന്നതൊക്കെ വളരെയേറെ പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കലാച്ചി എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ നോവലാണ്, മറ്റൊരർത്ഥത്തിൽ ഇത് ഒരു പ്രണയ നോവലുമാണ്. ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം പ്രണയത്തിനും മരണത്തിനും സ്നേഹത്തിനും ഒക്കെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മീര കൃത്യമായി മനസ്സിലാക്കുകയും അത്
ഒരു കഥയായി നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഡോക്ടർ ഫിദ മുഹമ്മദ് എന്ന ഒരു മലയാളി മുസ്ലിം പെൺകുട്ടിയുടെ കഥ കൂടിയാണ്. ഡോക്ടർ ഫിദ മുഹമ്മദ് ഡൽഹിയിലെ ഒരു പ്രമുഖ സർവകലാശാലയിലെ അധ്യാപികയാണ്. കൃത്യമായ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകളുണ്ട്, സ്വതന്ത്ര ചിന്താഗതിയുണ്ട്, നല്ല വായനയുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ട്. അങ്ങനെയുള്ള ഫിദ മുഹമ്മദാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. ഫിദയാണ് ഇന്ത്യയിൽ നിന്നും കലാച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉള്ളടക്കം കലാച്ചിയിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുമ്പോഴും ആ യാത്രയിലുടനീളം ഫിദ നേരിടുന്നതും ഫിദ അറിയുന്നതും ഫിദയുടെ ജീവിതവും കടന്നു പോകുന്ന വഴികൾ വളരെ മനോഹരമായി ഓരോ കഥയും ചേർത്ത് ഒരു നൂലിൽ കോർക്കുന്ന പൂക്കൾ കോർക്കുന്നത് പോലെ നിരവധി ചെറുകഥകളാക്കി ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ ഇജാസിൻ്റെ കഥയുണ്ട്, നിസാമിൻ്റെ കഥയുണ്ട്, മറ്റു പലരുടെയും കഥയുണ്ട്. ഫിദയാണത് പറയുന്നത് എന്ന് മാത്രം. ഫിദ എന്ന പെൺകുട്ടി, എന്ന യുവതി നിസാമിനെ വളരെ ചെറുപ്പത്തിൽ കൗമാരകാലത്ത് തന്നെ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, 2 പെൺകുട്ടികൾ ഉണ്ടാകുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരു അട്ടിമറി എന്ന പോലെ, ഒരത്ഭുതം എന്ന പോലെ ഫിദ ഇജാസിൽ അനുരക്തയാകുന്നു. ഇജാസ് എന്നത് 15 വർഷം വിചാരണ കൂടാതെ യാതൊരു തെറ്റും ചെയ്യാതെ ഒരു തടവറയിൽ കിടന്ന വ്യക്തിയാണ്. തടവറയിൽ കിടന്നുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും നിരവധി ഡിഗ്രികൾ നേടുകയും ചെയ്ത ഇജാസ്, ഈ ഇജാസിനെ തേടിയാണ് ഫിദ യാത്ര ചെയ്യുന്നത്. ഇജാസിനോടുള്ള പ്രണയം കുടുംബം ഉപേക്ഷിച്ചു പോകാൻ ഫിദയെ പ്രേരിപ്പിക്കുന്നു. മക്കളോട് സ്നേഹമുണ്ട്, നിസാമിനോടും സ്നേഹമുണ്ട്. പക്ഷേ അവൾക്ക് പോലും മനസ്സിലാകാത്ത തരത്തിൽ അവളുടെ ഹൃദയം ഇജാസിന് സമർപ്പിക്കപ്പെടുകയാണ്. മീരയുടെ മറ്റു പെണ്ണുങ്ങൾ, മറ്റ് സ്ത്രീ കഥാപാത്രങ്ങൾ, ഘാതകനിലും ആരാച്ചാറിലും ഒക്കെ മറ്റു പല ചെറുകഥകളിലുമൊക്കെ നമ്മൾ കാണുന്ന നിരവധിയായ സ്ത്രീകൾ, ആ സ്ത്രീകളുടെയൊക്കെ മനസ്സിൻ്റെ സങ്കീർണത, അവരുടെ പ്രണയസങ്കല്പം, അവരുടെ ലൈംഗികതാ സങ്കല്പം, ഇതൊക്കെ തന്നെ ഫിദ മുഹമ്മദിലും കടന്നു വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വൻമരം പോലെ, ഒരു പക്ഷേ നിറയെ പൂക്കളുള്ള, നിറയെ ഇലകളുള്ള, തളിരുകളുള്ള ഒരു മരം നമ്മൾ പുറമേക്ക് കാണുമ്പോഴും അതിൻ്റെ വേരുകൾ ഭൂമിക്കടിയിൽ പലതരത്തിൽ കൂടിക്കലർന്ന് മറ്റു മരങ്ങളുടെ വേരുകളുമായി ചേർന്ന് കാണാത്ത ഇടങ്ങളിലേക്കൊക്കെ അന്വേഷണം നടത്തുന്ന വേരിൻ്റെ പടലങ്ങൾ ഭൂമിക്കടിയിലുണ്ട് എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ ഒരുപക്ഷെ അവരവർ പോലും തിരിച്ചറിയാത്ത തരത്തിലുള്ള സങ്കീർണമായ ചിന്തകൾ, സങ്കീർണമായ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാം. ഇതെല്ലാം കൂടിച്ചേരുന്ന ഒന്നാണ് മനുഷ്യൻ. പക്ഷെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തുക എന്നതും അത്രയും അഗാധതയിലേക്ക് കടന്നു ചെന്ന് മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളിലൂടെ സഞ്ചരിച്ച് അതിൽ നിന്നും പലതും കണ്ടെത്തി അതെല്ലാം തന്നെ സർഗ പ്രതിഭയിലൂടെ, രചനകളിലൂടെ വായനക്കാരിൽ എത്തിക്കുന്നതാണ് ഒരു യഥാർത്ഥ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ ചെയ്യാറുള്ളത്. അതേത് മഹത്തായ കൃതി നോക്കിയാലും നമുക്കറിയാം, അത് ഷേക്സ്പിയർ ആയാലും, അത് എം ടി വാസുദേവൻ നായർ ആയാലും, അത് ചന്ദ്രമതി ആയാലും, ഏത് തരത്തിലുള്ള എഴുത്തുകാരെ നോക്കുമ്പോഴും നമുക്കറിയാം മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിൽ ചെല്ലാൻ കഴിയുമ്പോൾ മാത്രമേ നല്ല രചനകൾ ഉണ്ടാവുകയുള്ളൂ. മീരയും അതുപോലെയാണ്. ഫിദ മുഹമ്മദ് എന്ന ആ ഇന്ത്യക്കാരി ഫിദ കസാക്കിസ്ഥാനിലെ കലാച്ചി വരെ എത്തുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഫിദ കടന്നു പോകുന്ന വഴികളിൽ പരിചയപ്പെടുന്ന നിരവധി വ്യക്തികൾ, അവരുമായെല്ലാം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബന്ധങ്ങൾ, സ്വന്തം ഉമ്മയുമായുള്ള ബന്ധം,
നിസാമിൻ്റെ ആദ്യ ഭർത്താവായ നിസാമിൻ്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം, പിന്നീട് സുഹൃത്തുക്കളുമായുള്ള ബന്ധം, ഇങ്ങനെ ഓരോ ബന്ധവും നമ്മളെ വല്ലാതെ ആകുലപ്പെടുത്തുന്നതും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. മീര തന്നെ പറയുന്നുണ്ട്, ഈ പുസ്തകം വായിക്കുക എന്നത് അനായാസമായ ഒരു പ്രക്രിയയല്ല. ഇത് വായനക്കാരെ ആനന്ദിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വായനക്കാരുടെ ഉള്ളുലയ്ക്കുകയും കണ്ണ് നനയിക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും മനസ്സിൽ പൊള്ളലേൽക്കുന്നത് പോലെ വായനക്കാർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. നിസ്സഹായതയുടെ, പലതരത്തിലുള്ള സ്നേഹമില്ലായ്മയുടെ, പല ബന്ധങ്ങളുടെ ശൈഥില്യങ്ങളുടെ, മനുഷ്യൻ്റെ തന്നെ സങ്കീർണമായ പലതരത്തിലുള്ള വേദനാകരമായിട്ടുള്ള അവസ്ഥകളുടെ ഒക്കെ ഒരു കണ്ണാടിയായി ഈ പുസ്തകത്തെ വിലയിരുത്താം. മീരയുടെ പല പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്. മീര എഴുതുമ്പോൾ മീരയുടെ മനസ്സ് ഒരു തരം കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നാം. കാരണം മനുഷ്യൻ പലപ്പോഴും അകപ്പെട്ടു പോകുന്ന, ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിൽ ആഴങ്ങളിലേക്ക് വീണു പോകുന്ന വേദനയുടെയും നിസ്സഹായതയുടെയും പല ഘട്ടങ്ങളുമുണ്ട്. ആ ഘട്ടങ്ങളിലാണ് മീരയുടെ കണ്ണ് ചെന്നെത്തുന്നത്. അവിടെ നിന്നാണ് മീര എഴുതുന്നത്. നിസാമിനെ ഉപേക്ഷിക്കുമ്പോൾ 2 പെൺകുഞ്ഞുങ്ങളെയും ചേർത്ത് നിർത്തി അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് കലാച്ചിയിലേക്ക് പോകുന്ന രംഗമൊക്കെ വളരെയേറെ ഹൃദയസ്പർശിയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു ഭാഗത്ത് ആ മക്കൾ നിൽക്കുന്നു, മറുഭാഗത്ത് ഇജാസിനെ അന്വേഷിച്ച് പോകാതിരിക്കാൻ കഴിയില്ല. ഈ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉറക്ക രോഗം ബാധിച്ച കലാച്ചി, ആ കലാച്ചിയിൽ എങ്ങനെയാണ് ഇജാസ് എത്തിപ്പെട്ടത്? ആ എത്തിപ്പെട്ടത് മാത്രമല്ല, ഈ രോഗം ബാധിക്കുകയും ഇജാസ് ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് കലാച്ചിയിൽ. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഇജാസിനെ നേരിൽ കണ്ടേ കഴിയൂ എന്ന് ഒരു ദൃഢനിശ്ചയം ഫിദ എടുക്കുകയാണ്. ഏറ്റവും അപകടകരമായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു തീരുമാനം. കോവിഡ് കാലമാണ്. ഇത്രയും ദൂരത്ത്, കസാഖിസ്ഥാനിൽ തന്നെ വളരെ വിദൂരമായൊരു ഗ്രാമമാണ് കലാച്ചി. അവിടെ വരെ എത്തിപ്പറ്റുക എന്നത് തന്നെ സാഹസികമായൊരു യാത്രയാണ്. ആ യാത്ര ചെയ്തേ അടങ്ങൂ എന്ന ഫിദയുടെ തീരുമാനം. അപ്പോൾ തന്നെ അവളെ സ്നേഹിക്കുന്നവർ, അവളുടെ സുഹൃത്തുക്കൾ, അവളുടെ പ്രിയപ്പെട്ടവരൊക്കെ തടയുന്നുണ്ട്. പക്ഷേ താൻ അത്രയേറെ ഹൃദയം സമർപ്പിച്ച ഇജാസ് ഒരു ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയേ കഴിയൂ എന്ന് ഫിദ തീരുമാനിക്കുന്നു. അത് മനസ്സിലാക്കണം എന്താണ് ആ യാത്ര. വളരെ അത് നമുക്ക് വായിക്കുമ്പോൾ വളരെ അമ്പരപ്പ് തോന്നും, അത്ഭുതം തോന്നും, പേടി തോന്നും. അത്രയേറെ സാഹസികമാണ് യാത്ര. എന്നാൽ ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം ഒരധ്യായം ആ യാത്രയെക്കുറിച്ച് മീര പറയുന്നുണ്ട്. നിങ്ങൾ വായനക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പുസ്തകം മുഴുവൻ വായിച്ച ശേഷം മാത്രമേ ആ അധ്യായത്തിലേക്ക് കടക്കാവൂ. കാരണം കലാച്ചി എന്ന ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വിവരം കിട്ടും. പക്ഷെ അവിടെ എത്തിപ്പെടുന്ന ആ യാത്രയെക്കുറിച്ച്, എങ്ങനെയാണ് മീര അവിടെ എത്തിയത്, ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സംശയം തോന്നാം, യഥാർത്ഥത്തിൽ മീര അവിടെ പോയോ? അവിടെ പോകാതെയും എഴുതാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. പല എഴുത്തുകാരും അവരുടെ ഭാവനയിൽ നിന്നും അവരിതുവരെ കണ്ടിട്ടില്ലാത്ത, അവരിതുവരെ നേരിട്ട് സംസാരിക്കാത്ത എത്രയോ മനുഷ്യരെക്കുറിച്ച്, എത്രയോ ജനങ്ങളെക്കുറിച്ച്, എത്രയോ ബന്ധങ്ങളെക്കുറിച്ച്, എത്രയോ രാജ്യങ്ങളെക്കുറിച്ച് എഴുത്തുകാർ എഴുതാറുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ കലാച്ചിയിൽ പോകാതെയാണോ മീര ഇത് എഴുതിയത് എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പത്രപ്രവർത്തക കൂടിയായ മീര അവിടെ എത്തുക തന്നെ ചെയ്തു. ആ യാത്രയുടെ സാഹസികതയ്ക്കപ്പുറത്ത് അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ, പലരും ഈ ഉറക്ക രോഗം ബാധിച്ചവരാണ്.
ഉറക്കരോഗം ബാധിക്കുക മാത്രമല്ല, ഈ ഉറക്കരോഗത്തിന് പലതരത്തിലുള്ള വശങ്ങളുണ്ട്. ചിലർ വല്ലാതെ തളർന്നു പോകുന്നു, ഉറങ്ങിപ്പോകുന്നു, ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഉണർന്നു വരുന്നു, മറവി ഒരു പക്ഷേ അവരുടെ ഭൂതകാലം അവർ മറക്കുന്നു. മറ്റു ചിലരാകട്ടെ വല്ലാത്ത വിഭ്രമത്തിലേക്ക് പെട്ടുപോകാറുണ്ട്, ഒരുതരം ഹാലൂസിനേഷൻ. അവർ ഈ രോഗത്തിന് അടിപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യുന്നത്. വല്ലാതെ ഉത്സുകരാകി മാറുന്നു. ബലാത്സംഗത്തിനും ഒരുപക്ഷെ കൊലപാതകത്തിലേക്കും വരെ പോകുന്ന തരം ഉത്സുകരായി മാറുന്ന അവസ്ഥയുമുണ്ട്. അങ്ങനെയാണ് ഇജാസ് ഒരു ബലാത്സംഗം കുറ്റത്തിന് ഇടയാക്കിയത്. അത് ഇജാസ് വെളിപ്പെടുത്തുന്നു. പക്ഷേ ഈ രോഗം എന്നത് യാഥാർത്ഥ്യമാണ്. 2013 മുതൽ 2015 വരെ അതവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കസാക്കിസ്ഥാനിലെ അധികാരികൾ, അവരുടെ ആരോഗ്യ പ്രവർത്തകരൊക്കെ വലിയ തോതിൽ ഇടപെട്ടുകൊണ്ട്, ശാസ്ത്രജ്ഞരൊക്കെ ധാരാളം പഠനം നടത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒന്ന്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് കൂടുന്നുണ്ട്. ഇതൊക്കെ ആകാം ഇതിന് കാരണം. പക്ഷേ അതുമാത്രമാണോ? ഇപ്പോഴും കൃത്യമായ ഒരു പരിഹാരം അല്ലെങ്കിൽ കൃത്യമായ ഒരു കാരണം കണ്ടെത്തിയിട്ടില്ല. അവിടെയാണ് ഇജാസ്. ഫിദയെ സംബന്ധിച്ചിടത്തോളം ഫിദ തൻ്റെ ഭൂതകാലം, തൻ്റെ കഴിഞ്ഞ കാലങ്ങൾ, വളരെ പുരോഗമനപരമായ അച്ഛനമ്മമാരുടെ മകളായി വളർന്ന ഫിദ തികച്ചും യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിലേക്ക് എത്തുകയും തൻ്റെ സ്വാതന്ത്ര്യവും തൻ്റെ സ്വത്വവും തൻ്റെ നിലനിൽപ്പ് തന്നെയും ഭീഷണി നേരിടുന്ന ഒരവസ്ഥയിലെത്തുകയും ആ ഒരു ഘട്ടത്തിൽ ഏറ്റവും സമർത്ഥനായ, ബുദ്ധിമാനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും പക്ഷേ അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നു. ഈ ഉറക്ക രോഗം ബാധിച്ച ഗ്രാമത്തിൽ ഫിദയ്ക്ക് നഷ്ടപ്പെടുകയാണ്. ഈ പുസ്തകം തീർച്ചയായും മറ്റൊരർത്ഥത്തിൽ വായിക്കപ്പെടുമ്പോൾ സാഹിത്യം എന്ന രീതിയിൽ ഇതിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇതിൻ്റെ സ്ത്രീപക്ഷം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട നിരവധിയായ കാര്യങ്ങൾ ബാക്കിയാണ്. മറ്റൊന്ന്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉറക്കം എന്ന രൂപകം ഒരുപക്ഷെ മലയാളത്തിൽ ഏറെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. നമുക്കറിയാം, ഇന്ത്യൻ ദർശനങ്ങളിൽ യോഗനിദ്രയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നിദ്രയെക്കുറിച്ച് പറയാറുണ്ട്. നിദ്ര എന്നത് ഒരർത്ഥത്തിൽ മരണമാണ് എന്നർത്ഥത്തിൽ പറയാറുണ്ട്. എല്ലാം മറന്നുള്ള, എല്ലാം നിശബ്ദമാകുന്ന, നിശ്ചലമാകുന്ന ഒരവസ്ഥയായി നിദ്രയെ കാണാറുണ്ട്. പക്ഷേ മലയാള സാഹിത്യത്തിൽ വേണ്ടത്ര തരത്തിൽ നിദ്ര കടന്നു വന്നിട്ടുണ്ടോ, ഉറക്കം എന്ന രൂപകം കടന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്, ഒരു ജാപ്പനീസ് കഥ. ആ ജാപ്പനീസ് കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉറക്കം എന്ന രൂപകത്തെക്കുറിച്ച് പറയുന്നത്. ഉരാഷിമ തരോ എന്ന ജാപ്പനീസ് കഥയാണ് മീര ഈ പുസ്തകത്തിൽ പലപ്പോഴും പരാമർശിക്കുന്നത്. ഇജാസ് ഫിദയോട് പറഞ്ഞൊരു കഥയാണിത്, ഒരു ജാപ്പനീസ് പഴങ്കഥ. ഉരാഷിമ തരോ ഒരിക്കൽ കടൽക്കരയിൽ നിൽക്കുന്നു, ഒരു കുഞ്ഞു കടലാമയെ രക്ഷിക്കുന്നു. അങ്ങനെ ആ കടലാമയെ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായി ഉരാഷിമ തരോയെ കടലിൻ്റെ ആഴങ്ങളിലേക്ക്, ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ രാജ്ഞി അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഉരാഷിമ തരോ പുറത്തേക്ക് വരുന്നു, ഭൂമിയിലേക്ക് വരുന്നു. ഉരാഷിമ തരോ വരുമ്പോൾ അവിടെ ആ രാജ്യം, ആ നാട് കണ്ടിട്ട് ഉരാഷിമ തരോയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം മുഴുവൻ മാറിപ്പോയിരിക്കുന്നു. പുതിയ വാഹനങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, പുതിയ റോഡുകൾ. എന്താണ് സംഭവിച്ചത്? അവസാനം ഉരാഷിമ തരോ തേടി നടന്ന് അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വളരെ വൃദ്ധനായ ഒരാൾ പറയുന്നു, 300 വർഷം മുമ്പ് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യുവാവായിരുന്നു. അദ്ദേഹം കടലിൽ കാണാതെ പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഉരാഷിമ തരോ തിരിച്ചു വന്നത് 300 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ആ രാജ്ഞി കൊടുത്ത ഒരു വരം,
ഉണ്ട്, അത് വാർദ്ധക്യം ഉണ്ടാകാതിരിക്കുക എന്നതായിരുന്നു. അപ്പോൾ രാജ്ഞി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാനൊരു പേടകം തരാം, ആ പേടകം ഒരിക്കലും തുറക്കരുത്. പക്ഷെ ഉരാഷിമോ തരോ ആകെ ആശയക്കുഴപ്പത്തിലാവുകയും ആ പേടകം തുറക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു പടുവൃദ്ധനായി ഉരാഷിമോ തരോ മാറി എന്നാണ് കഥ. ഇത് ഉറക്കത്തെക്കുറിച്ചുള്ള, ആ ഉറക്കം എന്ന രൂപകത്തെക്കുറിച്ചുള്ള ഒരു മനോഹര സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ രൂപകമായി തന്നെയാണ് മീര ഉറക്കത്തെ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഉറക്കം എന്നത് നമ്മൾ പൂർണ്ണമായും മറന്നു പോകുന്ന ഒന്ന്. നിങ്ങൾ ജാഗ്രത ആയിരിക്കൂ, ഉറക്കമല്ല വേണ്ടത്, നിങ്ങൾ ഉണർന്നിരിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന ഒന്ന്. മീര ആവശ്യപ്പെടുന്നതും അതാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലായ്മയിലേക്ക്, നിശ്ചലതയിലേക്ക് പോകുന്ന ഉറക്കം എന്ന രൂപകം. ഇത് മാത്രമല്ല, ലോക സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ കുറവാണെങ്കിലും ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധിയായ കഥകൾ, ആ കഥകളെക്കുറിച്ചൊക്കെ ഈ ഉറക്കം എന്ന രൂപകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടി പോലെയുള്ള കഥകൾ. ഇജാസിനെ സംബന്ധിച്ചിടത്തോളം ഇജാസിൻ്റെ വാക്കുകളിലൂടെ ഇതും ഇത്തരം കഥകളും മീര വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രീയ ശരികൾ ഇല്ലാത്ത കഥകളായി ഇതിനെയൊക്കെ കാണുന്നുണ്ട്. ഉറങ്ങുന്ന സുന്ദരി പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇത്തരം ഫെയറി ടെയിൽ പോലും, അതിൻ്റെ അകത്തുപോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നും ആ കഥയ്ക്ക് പിന്നിൽ പോലും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നും മീര സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഉറക്കം എന്ന രൂപകം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യൻ്റെ സങ്കീർണമായ മാനസികാവസ്ഥകളെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളുടെ വളരെ വിചിത്രമായ ചില യാത്രകളെക്കുറിച്ച് ഒക്കെ മീര കലാച്ചിയിൽ വിശദീകരിക്കുന്നു. തീർച്ചയായും ആരാച്ചാർ പോലെ, ഘാതകൻ പോലെ കലാച്ചിയും ധാരാളം വായിക്കപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇതിൻ്റെ വിവിധ വശങ്ങൾ പഠനവിധേയമാക്കേണ്ടതുമാണ്. ഏറ്റവും ആസ്വദിച്ച് വായിക്കാൻ കഴിയുന്ന ഈ പുസ്തകം മലയാള വായനക്കാർക്കായി സമർപ്പിക്കുകയാണ്.